ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ നീതൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ തലയിലും മുടിയിൽ ഞാൻ തേക്കുന്ന എണ്ണയാണ് കേട്ടോ. ഈ എണ്ണ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുടിക്ക് ലെങ്ത് അധികം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കും. നല്ല ഉള്ളു തോന്നിക്കും കേട്ടോ. ഈ എണ്ണ തേക്കുമ്പോൾ നല്ല ചെറിയ ചെറിയ മുടികൾ വളർന്ന് വരികയും നല്ല ഉള്ളു എപ്പോഴും ഫീൽ ചെയ്യും കേട്ടോ. ഷാമ്പൂ ഒക്കെ പറ്റി നല്ല ഉള്ളാണ്. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടുന്ന ആദ്യത്തെ ഐറ്റമായ കറിവേപ്പില. ഇവിടുത്തെ കറിവേപ്പില അങ്ങ് മുകളിലാണ് കേട്ടോ. എനിക്ക് എത്തുമൊന്നുമില്ല, എന്നാലും ഞാൻ ചാടിക്കയറി നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യമല്ലേ. അപ്പോൾ നമ്മൾ കറിവേപ്പില വെച്ചിട്ടുണ്ട്. കറിവേപ്പില എന്ന് പറയുമ്പോൾ മുടിക്ക് നല്ല നിറം തരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ എൻ്റെ മുടിക്ക് നിറം ഇല്ലാത്തത് വിചാരിച്ച് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇത് ഞാൻ കളർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താ? കയ്യൂന്നി. അത് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ കുറേ കയ്യൂന്നി കിടപ്പുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ അങ്ങ് പിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനമല്ലേ. ഇതിന് നമ്മൾ പുറത്തൊന്നും പോയി കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ കയ്യൂന്നിയെല്ലാം നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. മുറ്റം നിറയെ തുളസിയാണ് കേട്ടോ, അതുകൊണ്ട് അതിനൊരു ക്ഷാമവും ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തുളസിയിലെല്ലാം പിച്ചെടുക്കാം. ഇവിടെ നിറയെ തുളസി മരമാണ് കേട്ടോ, കണ്ടോ? ഇവിടെ എല്ലാം തുളസിയാണ്, തുളസി. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം പറിച്ചെടുക്കാം. 1.5 കിലോ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് കാച്ചുന്നത് കേട്ടോ. അപ്പോൾ ഈ 1.5 കിലോ എണ്ണയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം 1 വർഷം വരെയൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 കിലോ എണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നതെന്ന് പറയുന്നത് ദാണ്ടെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന സാധനങ്ങളായിരുന്നല്ലോ കേട്ടോ. കയ്യൂന്നി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, തുളസി ഇല, കറ്റാർ വാഴ കേട്ടോ. കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 3 വലിയ കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക്. ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് 3 എണ്ണം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇത് 3 കൂടി ചതച്ചെടുക്കുമ്പോൾ മിക്സിക്കകത്ത് വേണമെങ്കിലും ചതച്ചെടുക്കാം. അല്ലേ ചതച്ചെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് മിക്സിയിലിട്ടെടുക്കും കേട്ടോ. എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഇലയെടുത്ത് മിക്സിയിലിടാം. നമുക്ക് ഈ ഇലയെല്ലാം കൂടെ ചിലപ്പോൾ മിക്സിയിൽ കിടന്ന് ചതഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പം നമുക്ക് കുറേശ്ശേ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് കറിവേപ്പില, തുളസി ഇല. കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് തരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ എല്ലാം കൂടെ ഒരു സ്ട്രിപ്പ് ശരിയാവില്ല. ഇത് രണ്ടും കൂടെ ഇത്രയും ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കയ്യൂന്നിയും കൂടി ഇതിനകത്തോട്ടിട്ട് ചതച്ചെടുക്കാം. കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റ ട്രിപ്പായിട്ട് ഇട്ടാൽ ചിലപ്പോൾ ചതഞ്ഞ് കിട്ടത്തില്ല. മിക്സിയിൽ ചതച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പം കല്ലിൽ ചതച്ചാൽ ഇച്ചിരി താമസം, അത്രയേ ഉള്ളൂ കേട്ടോ. കുറേശ്ശേ ഇട്ട് ചതച്ചെടുക്കട്ടെ. ഇലകളെല്ലാം കൂടെ ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറ്റാർ വാഴയും കൂടി ഇതിനകത്തോട്ട് ജസ്റ്റ് ഇട്ടൊന്ന് ചതയ്ക്കാം കേട്ടോ. കറ്റാർ വാഴയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അതിനകത്തിട്ട് ചതയ്ക്കാം. കറ്റാർവാഴയും കൂട്ട് നമുക്ക് ചതഞ്ഞ് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ചതയെ ചെയ്യാവൂ, കുഴഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറും ഗുണങ്ങളും എല്ലാം നമ്മൾ എണ്ണ ശരിയാക്കുന്ന സമയത്ത് ഇതിനകത്ത് കിട്ടിക്കോളും. പിന്നെ ഇതിനകത്ത് നമുക്ക് ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, 5 ഇതളിൻ്റെ പൂവുള്ള ചെമ്പരത്തി, അത് ചേർക്കാം കേട്ടോ. അത് ചേർത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് കേട്ടോ. കുറച്ച് കറ്റാർവാഴയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റാഞ്ഞുകൊണ്ട് ഇടായത്. അപ്പം കറ്റാർവാഴ ഒരു 3 എണ്ണം എടുത്തില്ല, 3 എണ്ണം എടുത്തിട്ട് ഇതൊന്നും കൂടെ ഇതെല്ലാം കൂടെ അരഞ്ഞിതാ നമുക്ക് ഈ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കുഴമ്പ് പോലൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് ശരിയാക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് എണ്ണ പൊട്ടിച്ചൊഴിക്കാം. ഞാൻ കോക്കനാടിൻ്റെ എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്നര കിലോ എണ്ണ. സത്യം പറഞ്ഞാൽ ഈ പാക്കറ്റ് വെളിച്ചെണ്ണയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ പാക്കറ്റ് വെളിച്ചെണ്ണയുടെ കളറ് പൊട്ടിച്ചൊഴിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. 1.5 കിലോ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്.
എണ്ണയുടെ കളർ കണ്ടോ? കളർ അത്ര പെർഫെക്റ്റ് കളറൊന്നും അല്ല കേട്ടോ. പാക്കറ്റ് വെളിച്ചെണ്ണയിലും മായമില്ലെന്ന് പറയാൻ പറ്റില്ല. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഈ കളറാണോ? ഇതൊരു അഴുക്ക് കളർ പോലെയുണ്ട്. ഇനി എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച കയ്യൂന്നിയും കറ്റാർവാഴയും തുളസിയിലയും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ച് വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിൽ തട്ടിയിടാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തട്ടിയിടാം. ഇതെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് നല്ല സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നമുക്കൊരു സ്പൂൺ ഇടാം. ഇതുമായിട്ട് ജോയിൻ ചെയ്യണമല്ലോ. എപ്പോഴും തീ കുറച്ച് വെച്ച് വേണം എണ്ണ കാച്ചാൻ കേട്ടോ. ഇതൊന്നും കരിഞ്ഞു പോകരുത്. ചെറിയ തീയിൽ അത് വാട്ടി 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 റെഡിയാക്കി വെക്കണം. ഇതിനകത്ത് നമ്മൾ 2 ആളുകളെ ചേർക്കാനുണ്ട്. ആ ആളുകളെ ഇടണ്ടേ. നമ്മളെടുത്ത് വെച്ചിരുന്ന കുരുമുളക് ഇട്ടിട്ടുണ്ട്. അടുത്ത് നമ്മളെടുത്ത് വെച്ചിരുന്ന ഉലുവ ഇതും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കട്ടിക്ക് ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇടയ്ക്ക് ഒന്ന് ഇളകി വീഴാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ അടിയിലോട്ട് പോയിട്ടുള്ള ഇലകളിൽ ഇതൊന്നും കരിയാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു പച്ച നിറം വന്നത് കണ്ടില്ലേ? നല്ലൊരു പച്ച നിറം. ഈ പച്ച നിറമൊക്കെ ഇനി മാറി വേറൊരു കളറായിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ എണ്ണ പതഞ്ഞ് വന്ന് പതയെല്ലാം മാറി വരുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ തീയൊക്കെ കുറച്ച് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പോഴത്തേക്ക് ഈ പച്ച കളറെല്ലാം മാറി വേറൊരു കളറായിട്ട് വരും. അതാണ് അതിൻ്റെ പാകം. ഇപ്പം അതെല്ലാം മാറി വരും കേട്ടോ. നമ്മൾ ആദ്യം ഈ എണ്ണ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല കുറുകുറായിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിട്ട് തിളച്ച് വരുമ്പോൾ ഇതുപോലെ വെള്ളം പോലെ ആയി വരും. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ പഴയ പോലെ തന്നെ നല്ല എണ്ണയായിട്ട് വരും. അതാണ് ഇതിൻ്റെ പരിവം. ഇനി നമുക്ക് എണ്ണ കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയിട്ട് നമുക്കിത് കുപ്പിയിലോട്ട് പകർന്ന് മാറ്റണ്ടേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. ഞാനപ്പോഴത്തേക്ക് വരാം. അപ്പം നമ്മുടെ എണ്ണ നല്ല വൃത്തിയായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പോയതാണ്. തണുക്കാൻ നമുക്കിത് കുപ്പിയിൽ ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്കിത് കുപ്പിയിലോട്ട് മാറ്റാം. കുപ്പിയിലോട്ട് മാറ്റുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. കുറച്ച് പണിയെടുത്താണ് കേട്ടോ അരിച്ച് ഒഴിക്കുന്നത്. നല്ല മണമുണ്ട് കേട്ടോ. മണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലല്ലോ. നിങ്ങൾ അവിടെ നിൽക്കി, ഞാനിവിടെ നിൽക്കില്ലേ. അതിന് നല്ല മണമുണ്ട് കേട്ടോ. നമുക്കിത് ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം. കുപ്പിയിലോട്ട് ഒഴിക്കട്ടെ. ഇങ്ങനെ ഒഴിച്ച് നിന്ന് അരയ്ക്കട്ടെ. എൻ്റെ എണ്ണയുടെ കളർ ഉണ്ടോ? നല്ലൊരു കളറാണ് കേട്ടോ. നല്ല മണവുമാണ്. ഇതിങ്ങനെ ഒഴിക്കാൻ പറ്റില്ലെങ്കിൽ താഴെ പോകട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചൊഴിക്കുന്നത്. അപ്പം നമ്മുടെ കാച്ചി എണ്ണ നല്ല മണമുള്ള എണ്ണ കേട്ടോ. നല്ല കണക്ക് കാച്ചി എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് കാച്ചി തലയിലൊക്കെ തേച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.